പൊതിഞ്ഞേക്കുന്ന തങ്കം കൊണ്ടാണ്. ഈ എല്ലാറ്റിനും നമ്മൾ കാണാം ഒരു ഒലക്ക പോലെ രണ്ട് സാധനം. ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഇത് ക്യാരി ചെയ്യാൻ വേണ്ടിയാ. ദൈവം പറയുന്ന സമയത്ത്, അതായത് മേഘം പൊങ്ങുന്ന സമയത്ത് ഇതെല്ലാം മടക്കണം. ഈ കൂടാരം എല്ലാം മടക്കി ഈ സാധനങ്ങൾ അവർ കൊണ്ടുപോകണം. അന്നേരം മേഘം നിൽക്കുന്ന സമയത്ത് അവരത് അവിടെ സ്റ്റേ ചെയ്യണം. അപ്പൊ അവരത് വിടർത്തും സമാഗമനോടാണ്. അപ്പൊ ഇത് ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് ഇതിനോരോ ഇത് തണ്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിന്റെ അടപ്പായിട്ടാ വരുന്നത് കൃപാസനം. ഈ കൃപാസനം എന്ന് പറഞ്ഞ് ഇതിന്റെ അടപ്പായിട്ട് വരും കേട്ടോ. ഇതിന്റെ അടപ്പായിട്ട് വരും. ഇതിനകത്ത് ഇരിക്കുന്ന 3 വസ്തുക്കൾ അതിനകത്ത് ഇരിപ്പുണ്ട്. ഈ പെട്ടകം എന്ന് പറയുന്ന അധികാരത്തെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് ഇരിക്കുന്ന 3 വസ്തുക്കളാണ് മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം, കൽപ്പലകകൾ എന്ന് പറഞ്ഞ 10 കൽപ്പനകള്, അഹരോന്റെ തളുത്ത വഴി. ഈ 3 സാധനം അതിനകത്ത് വെച്ചേക്കുന്നത്. അതിന്റെ മേളിലായിട്ടാണ് ഈ കൃപാസനം ഇരിക്കുന്നത്. കൃപാസനത്തിന്റെ നടുക്കാണ് ദൈവത്തിന്റെ തേജസ്. അവിടെ പ്രകാശിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാ. ഇതിന്റെ നടുക്കാണ് ദൈവ തേജസ് ഇറങ്ങി വരുന്നത്. ഇത് തങ്കം കൊണ്ട് മാത്രം ഉണ്ടാക്കിയേക്കുന്നത്. 2 കെരൂബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇത്രയും കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കയറാൻ നേരത്ത്, പ്രാകാരത്തിൽ കയറാൻ നേരത്ത് ഒരു നൂലും ഒരു കട്ടൻ പോലുണ്ട്, മറശീല. പിന്നെ ഇവിടെ സമാഗമന കൂടാരത്തിൽ ഒരു മറശീലയുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു തിരശീലയുണ്ട്, രണ്ടും കൂടെ വേർതിരിക്കുന്നിടത്ത്. പിന്നെ ഇതിന്റെ മേളിലും ഉണ്ട് കവറിങ്. ഈ നൂലുകളൊക്കെ എന്ന് പറയുന്നത് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിന്നെ വെള്ള നൂൽ. 4 നൂല് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതിലെല്ലാം ഓരോ അട്ടങ്ങളുണ്ട്, ഞാൻ കുറേയൊക്കെ മറന്നുപോയി. പിന്നെ ധൂമ്രനൂൽ എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറാ. ഓക്കെ, പിന്നെ ഇതിന്റെ മറശീല അല്ല എന്തോ പറയുന്നത്, മൂടുവിരി എന്ന് പറയുന്നത് 4 സാധനങ്ങൾ കൊണ്ടാണ്. ഏറ്റവും മേളിൽ തകശുതോല് എന്ന് പറയുന്നത് ഈജിപ്തിലൊക്കെ ഒരു എന്തുവാ സീല് പോലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. അതിന്റെ തോലാന്നാ പറയുന്നത്. ആ തോലും കൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നല്ല കട്ടിയുള്ളത്. അതാണ് ഇത്. ഈ മേളില് അതിന്റെ അടിയിൽ ഒന്നുള്ളതെന്ന് പറയുന്നത് ചൂപ്പിച്ച ആട്ടുകൊറ്റന്റെ തോല. അതിന്റെ അടിയിലുള്ളത് കോലാട്ടുകൊറ്റന്റെ രോമം, അതായത് കമ്പിളി പോലുള്ള സാധനം. ഏറ്റവും അടിയിൽ ഈ 4 നൂല് കൊണ്ടുള്ള ഇതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർമ്മ വന്നത് പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും ഒരുമാതിരി മനസ്സിലായ